ഇങ്ങനെ തേച്ചാൽ കിഡ്നി അടിച്ചു പോകും താത്താണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നിയും കൂടി അടിച്ചു പോകാനുള്ളൂ, അതും കൂടി അടിച്ചു പോട്ടെ. പിന്നല്ല ഇല്ലേ? ആ അടിച്ചു പോട്ടെ, അടിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാർ. ഒരു ഫേഷ്യൽ ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ചു വരുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഷാജിദ കളിച്ച് കിഡ്നി കയറി കളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ IPC സെക്ഷനും BNS വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഷാജിദയുടെ തലയിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കത്തില്ല, ഷാജിദയുടെ കിഡ്നി അടിച്ചു പോകും എന്നുള്ളൊരു കാര്യം കൂടി കൺഫേം ആവുകയാണ് ഇവിടുന്ന്. എന്തായാലും റീസെന്റ് ഷാജിദ കുടുംബത്തിൽ കയറി കുറെ പ്രശ്നം ഉണ്ടാക്കി, നാട്ടുകാരെ കാണിച്ച് അതുവഴി റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നാളെ ഈ പൈസ ഉതവാത്ത ഒരവസ്ഥയിലോട്ട് ഷാജിദയ്ക്ക് പോകും. ഹോസ്പിറ്റലിൽ മാത്രം കൊടുത്ത് ചെലവാക്കാനും പിന്നാലെ കേസിനും പോയി ഈ പൈസ എല്ലാം തീരുമെന്നുള്ളൊരു കാര്യം വാസ്തവമായിട്ടുള്ളൊരു സംഭവമാണ്. അതിന്റെ റീസൺ, ഷാജിദ കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ എന്തോ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തു. ഒരു വൈറ്റനിങ് ക്രീമാണ്. പണ്ട് വെളുത്തിട്ട് പാറി ബ്രിട്ടീഷ് ക്രീം അതൊക്കെ തേച്ച് ഉരിഞ്ഞളവി കുറെ എണ്ണത്തിന്റെ കിഡ്നിയൊക്കെ അടിച്ചു പോയ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് അടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്ത് ആ സാധനങ്ങൾ വാങ്ങി തേച്ചവന്മാരെ കിഡ്നി സാമാനം എല്ലാം പോയെന്നുള്ളൊരു കാര്യം ഡോക്ടേഴ്സൊക്കെ ഒന്ന് പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ കൂടി ഷാജിദ തന്റെ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യാണ്. ഇവിടെ ഷാജിദ ഇരയാക്കപ്പെടുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബുദ്ധി വിവരം ബോധവും പഠിത്തവും ഇല്ലാത്ത ഷാജിദയെ പോലെ ഒരു പൊട്ടിയെ നല്ല പോലെ ഏതോ ഒരു കമ്പനി യൂസ് ചെയ്തതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല ഇത്തരം വൈറ്റനിങ് ക്രീം. ഇപ്പോൾ റീസെന്റ് പണ്ട് മുല്ലപ്പൂ ജാസ്മിൻ ജാഫറൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഏറി കയറി പോയി, അങ്ങനെ ഒരുപാട് പേര് ആ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പൊ ആരും ഈ സാധനം പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോഴാണ് നമ്മുടെ ഷാജിദ, ഇതാകുമ്പോൾ പഠിപ്പുമില്ല വിവരമില്ല വിദ്യാഭ്യാസവും ഇല്ല, കുറെ ഉള്ള അമ്മച്ചിമാര് ആണ് കമ്പനി ഈ സബ്സ്ക്രൈബർ ആയിട്ടൊക്കെ ഉള്ള, അവരെല്ലാരെയും കൂടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ഷാജിദ ഒന്ന് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നു. ഇതുപോലെ ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് കുറെ എണ്ണം വാങ്ങി തേച്ച് മൂഞ്ചാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പൊളിച്ചെടുക്കണം. ഷാജിദ, നീ കളിച്ച് ഇനി ഒന്നാം തരം കളിയാണ് കളിക്കുന്നത്. എന്തായാലും കളിയിലോട്ട് പോകും മുന്നേ ഷാജിദയുടെ ആ വൈറ്റനിങ് ക്രീം പ്രൊമോഷൻ ഒന്ന് കാണാം. മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ. അപ്പൊ ഞാനൊന്നത് തേച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ജിയാസൊക്കെ ഉറങ്ങി മോനെ, ഓനക്ക് പനിയാണ് മോനെ, ഓനക്ക് വയ്യ, പനിയാണ് ഓനക്ക്. ഓന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാൽ കിഡ്നി അടിച്ചു പോകും താത്താണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നിയും കൂടി അടിച്ചു പോകാനുള്ളൂ, അതും കൂടി അടിച്ചു പോട്ടെ. പിന്നല്ല ഇല്ലേ? അടിച്ചു പോട്ടെ, അടിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ച് പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. അപ്പോൾ ഞാൻ പോകും. ഇമാതിരി പ്രൊമോഷൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മരിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ വാങ്ങി തേച്ചോ, വെളുത്തിട്ട് പാറിയിട്ട് കിഡ്നിയൊക്കെ അടിച്ച് പോട്ടെ. വേറെ എന്തൊരു ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട്. ഒന്നാം തരം പ്രൊമോഷൻ കേട്ടാ. ചാവാൻ ആഗ്രഹിക്കുന്നവൾ ഈ ക്രീം വാങ്ങിയിട്ട് തേച്ച് ചത്തോളൂ എന്നാണ് ഷാജിദ പറയുന്നത്. ഒന്നാം തരം പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോനെ പ്രൊമോഷൻ. നൈറ്റ് ക്രീം എന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. നല്ല ക്രീം. എന്തായാലും ഈ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്ത് ആരെങ്കിലും ഇത് വാങ്ങി തേച്ച് കിഡ്നിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ പോയി ഷാജിദയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞ് ഷാജിദ പെടും. കാരണം ഷാജിദ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോഷൻ കണ്ടിട്ടാണ് അത് വാങ്ങി തേച്ചതെന്ന് പറഞ്ഞ് അവർ ഉറപ്പായിട്ട് പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഷാജിദ അട്ടപ്പട്ടലം പെടും. അതിന്റെ റീസൺ, പണ്ട് മമ്മൂട്ടിയും ഇതുപോലെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത്, ക്രീമല്ല വേറെ എന്തോ പ്രൊമോട്ട് ചെയ്തിട്ട് സാധനം ഓർമ്മ വരുന്നില്ല, അത് ഇതുപോലെ ആ വ്യക്തി കൊണ്ട് കേസ് കൊടുത്ത അവസാനം മമ്മൂട്ടി നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷാജിദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്തായാലും സ്വന്തമായിട്ട് തേക്കുന്നതുകൊണ്ട് മിക്കവാറും കിഡ്നി അടിച്ചു പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ വിനോദ് ഭാസ്കർ പറയാൻ നമുക്കൊന്ന് കേട്ടിട്ട് ഷാജിദയിലോട്ട് പോവാം. ഒരു ഫേഷ്യൽ ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഹെയർ സ്ട്രൈറ്റനിങ്, ഇതൊക്കെ ക്രീമും. ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ആർസനിക്, കാഡ്മിയം, നിക്കല്, ഹൈഡ്രോക്വിനോൺസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും.
ഏത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രൈറ്റനിങ് ക്രീമിനകത്തും. അപ്പോൾ ഇത് എന്താ പറ്റുന്നത്, ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തെ, കിഡ്നിയെ, ലിവറിനെ, ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന ചില ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു, ഇതിന് പേര് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ മെർക്കുറി, ഹൈഡ്രോക്കിനോൺസ്, അല്ലെ നിക്കൽ, കാഡ്മിയം, ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിഡ്നിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം, മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തൈറോസിൽ നിന്നും ഈ മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ. ഈ എൻസൈമിനെ ഇല്ലാതാക്കുക, ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ എന്താ പറ്റുന്നത്, മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ്, നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ, അതായത് അരിപ്പയെ ബാധിക്കും. അത് ദോഷകരമായിട്ട് ബാധിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും, നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും. അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തിൽ ഇത് ബാധിക്കും. ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ്, വിറയല്, ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോയും കുൽസിത പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ ഫോക്കസ് ചെയ്ത്, അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര്, അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയും ഇവിടെ ഷാജിദ വെറും ഒരു ഇര മാത്രമാണ്. അതായത് നമ്മൾ മറ്റേ ചൂണ്ടയിടുന്ന സമയത്ത് മീനിനെ കൊളുത്താൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇടത്തില്ലേ, മറ്റെന്തെങ്കിലും ഒന്നും ചിലപ്പോൾ മൈദാമാവ് ഇടും, അല്ലെങ്കിൽ വല്ല വരെയും പിടിച്ചിടും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുത്തില്ല കൊളുത്തി. ആ ഒരു കൊളുത്തിൽ കിടക്കുന്ന വെറും ഇര മാത്രമാണ് ഷാജി. ഇവർക്ക് വിവരമില്ല, ബോധമില്ല, പഠിപ്പുമില്ല, വിദ്യാഭ്യാസമില്ല. അത് അവൾ തെളിയിച്ചതുമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇത്തരം ക്രീമുകൾ വാങ്ങി തേക്കാൻ നിൽക്കുന്ന ആൾക്കാരോടത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഡ്ഢികളാകരുത്. നമുക്ക് വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങി തേച്ച് നമ്മൾ വെളുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. എന്തുവാടേ കറുത്തിരുന്ന എന്തിപ്പം, ആർക്കാണ് വെളുക്കാൻ മുട്ടിക്കിടക്കുന്നത്? എന്തിനാണ് ഈ വെളുത്തിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെളുപ്പെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇവിടെ നേടാൻ പറ്റുന്നത്? അങ്ങനെ എന്തെങ്കിലും നേട്ടമുണ്ടോ വെളുത്തിരുന്നെന്ന് വെച്ചിട്ട്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സീരിയസ്ലി, വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീം വാങ്ങി തേക്കുന്ന പൈസ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ചൂടെ? അതുപോലെ ഈ ഒരുപാട് ആർഭാടകരമായ ക്രീമുകളും കാര്യങ്ങളൊക്കെ വാങ്ങി തേക്കുന്ന എല്ലാവരുടെ അടുത്തുമാണ്. എന്തിനീ ലിപ്സ്റ്റിക്ക് പോലും എന്തിനാരെ കാണിക്കാൻ? എന്തിനാണ് ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് ചുമ്മാ ഉള്ള ശരീരത്തിനെ തൊലച്ച് കളയുന്ന മറ്റേ നെയിൽ പോളിഷ് ആയാലും എന്തായാലും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ മെനയായിട്ട് ഡ്രസ്സ് ധരിക്കുക, വാച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചിടുക നമ്മുടെ ഇഷ്ടത്തിന്. ഈ ശരീരം നശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്ക് നിൽക്കുന്ന എന്തിനാണ്? ഇത്തരം ക്രീമുകളും ഇത്തരം സാധനങ്ങളൊക്കെ എന്തിന്? ചുമ്മാ നശിച്ച് നാറാണത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഷാജിദെ പോലുള്ള വിഡ്ഢികൾ വന്ന് പറയുന്നത് കണ്ടും കൊണ്ട് ഒരിക്കലും ജനങ്ങൾ ഇതിൽ വിഴരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ള കാര്യം സീരിയസിൽ പറയാം. ഇത് വാങ്ങി തേക്കുന്നവന്റെ അല്ലെങ്കിൽ വളയുടെ കിഡ്നികൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പൂവമ്പഴം നമുക്ക് പറിച്ചറിയാൻ പറ്റുന്ന രീതിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. മെർക്കുറി പോലുള്ള മാരക കെമിക്കൽസ് ആണ് അതിൽ ആഡ് ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മുടെ തൊലി വെളുക്കുന്നുണ്ട്, ഈ കറുത്ത തൊലി മാറി വെളുത്ത് പാറുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ആ തൊലിക്ക് ഉണ്ടാവുകയാണെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ വെളുത്ത് വരുന്നത് എന്തോ വലിയ അത്ഭുതമായിട്ടൊന്നും കാണരുത്. നമ്മുടെ തൊലി നശിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ കിഡ്നി പോലുള്ള അവയവങ്ങളും അങ്ങ് ക്ലോസ് ആയിക്കോളും. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ കൈയും കാലോട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഷാജിദ ആരംഭിച്ചാട്ടെ. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെ. അപ്പൊ സ്വന്തം പേരിലും കൂടി ഷാജിയുടെ പേരിലും കൂടി വൈറ്റനിങ് ക്രീം കൊണ്ട് ഇറക്കുകയാണ്, പ്രൊമോഷൻ ചെയ്യുകയാണ്. എന്റെ പൊന്നു ഷാജിദ, നീ അഴി എണ്ണേണ്ട അവസ്ഥ ഇതാ നീ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്വന്തം ഉമ്മാന്റെ മെക്കിട്ട് കയറിയതുപോലെ ഉമ്മാന്റെ ഷെഡ്ഡി വീഡിയോ പുറത്ത് വിട്ടതുപോലത്തെ ഒരു കേസല്ല ഈ കേസ്. അത് നീ മനസ്സിലാക്കുക. ഇത് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു കേസാണ്. ഒരു മനുഷ്യൻ പോലും ഇവളുടെ ഇത്തരം ക്രീമുകൾ വാങ്ങരുത്, തേക്കരുത്, ദയവ് ചെയ്തിട്ട്. ഇത് ലോക ഉടായ്പാണ്. നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ മാരക രോഗങ്ങൾക്ക് അടിമയാക്കുന്ന ഒരു സാധനമാണ് ഇവള് വിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൺഫേം ആണ്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ ഇതിന്റെ അകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അത് തെളിവ് സഹിതം ഇവള് കാണിക്കട്ടെ. ആയുർവേദിക് പ്രോഡക്ട്സ് ആണെങ്കിൽ വളരെയധികം കെമിക്കൽ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന. നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് തന്നെയാണ് ജനങ്ങളുടെ അടുത്ത് എല്ലാം എനിക്ക് പറയാനുള്ള. ലോക ഉടായ്പാണ് ഇവള് കാണിക്കുന്നത്. ഇവക്ക് ഇതിന്റെ അരിയും തിരിച്ചറിഞ്ഞൂടാ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിന്ന് എനിക്ക് വ്യക്തമാണ്. ഒരു തേങ്ങ അറിയത്തില്ല. ആരോ എന്തോ പിടിച്ചിവിടെ ഇവളെ കൂടി അംബാസഡറും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പും ഒക്കെ ആയിട്ട് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. അതും കേട്ട് വിശ്വസിച്ചും കൊണ്ട് പോയി കയറി കൊടുത്തിരിക്കുകയാണ് ഇവള് ചെയ്യുന്നത്. നിങ്ങൾ ക്രമേണ ഇതാരെങ്കിലും വാങ്ങി തേക്കുന്നുണ്ടെങ്കിൽ ജീവനും ജീവിതവും ഒക്കെ തൊലഞ്ഞ് നാറാണത്താവും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. പുതിയ വീഡിയോ ഇടണം. ബൈ.